ഇത് രാവിലെയാണ്. ഗ്രാമത്തിലുണ്ടായിരുന്ന ആ സ്കൂൾ മുൻപൊക്കെ എപ്പോഴും ചിരിശബ്ദം നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ ആരുമില്ലാതെ ആയി. ഉടഞ്ഞ ചുമരുകൾ, കീറിപ്പോയ കൂരകൾ, തുരുമ്പരിച്ച ജനാലകൾ. അതായത് ആ കെട്ടിടം ഇപ്പോൾ തന്റെ പഴയ ഓർമ്മകളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. ആ പഴയ സ്കൂളിന്റെ മുൻപിലായി മാസ്റ്റർ ദീനാനാഥ് ഇരിക്കുകയായിരുന്നു. വയസ്സായതുകൊണ്ട് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചില്ല. പക്ഷേ കണ്ണുകളിൽ ഇപ്പോഴും അറിവിന്റെ പ്രകാശം തിളങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മീര വന്നത്. അല്ല മീര, നീ സിറ്റിയിൽ നിന്ന് എപ്പോഴാ വന്നത്? മാസ്റ്റർ സർ, ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ നീ എന്തിനായി ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നോ? നിന്റെ പഠിത്തം പൂർത്തിയായിട്ടുണ്ടാവുമല്ലേ? നീ സിറ്റിയിൽ തന്നെ ഒരു നല്ല ജോലി തേടിയിട്ടുണ്ടാവുമല്ലേ? ഇത് കേട്ടതും മീര ഞെട്ടിപ്പോയി. അവളെ തന്നെ അറിയാതെ അവൾ ആ പഴയ കെട്ടിടത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളും അതേ സ്കൂളിൽ പഠിച്ച കുട്ടിയായിരുന്നു. ഇല്ല മാസ്റ്റർ, അങ്ങ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങല്ലേ പറഞ്ഞത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നത് വളരെ പുണ്യമായ കാര്യമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ ഈ ഉടഞ്ഞു പൊളിഞ്ഞ സ്കൂൾ വീണ്ടും തുറക്കുന്നതാണ്. ഇത് കേട്ടതും മാസ്റ്റർ ദീനാനാഥിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. നീ പറയുന്നത് നേരാണോ? അതെ മാസ്റ്റർ, നേരാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് മീര അവിടെ നിന്നും പോയി. കുറച്ചു ദിവസത്തിനകം മീര തന്റെ ചിന്തയെ പ്രവൃത്തിയാക്കി മാറ്റാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളുടെ സഹായം കൊണ്ട് ഉടഞ്ഞു പൊളിഞ്ഞ ആ ബിൽഡിംഗ് ശരിയാക്കാൻ തുടങ്ങി. ചുമരുകളിൽ പുതിയ പെയിന്റ് അടിച്ചു, ഉടഞ്ഞു പൊളിഞ്ഞ കൂര ശരിയാക്കി, തറ വൃത്തിയാക്കി. മീര തന്റെ കാശ് ഉപയോഗിച്ച് ആ പള്ളിക്കൂടം ശരിയാക്കി. പിന്നെ സിറ്റിയിലേക്ക് ചെന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി കണ്ട് വളരെ കഷ്ടപ്പെട്ട് സ്കൂൾ നടത്താനുള്ള സമ്മതവും വാങ്ങി. പതുക്കെ പതുക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ ആ സ്ഥലം വീണ്ടും ഒരു സ്കൂളായി മാറി. കുറച്ചു ദിവസത്തിൽ മീരയുടെ അധ്വാനത്തിന് ബലം കിട്ടി. ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾ ഒട്ടും ചിന്തിക്കാതെ സ്കൂളിലേക്ക് വന്നു. മീര പൂർണ്ണ മനസ്സോടെ അവരെ പഠിപ്പിച്ചു. അവരുടെ ശബ്ദത്തിൽ ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. പിന്നെ കണ്ണുകളിൽ ഭാവിയുടെ പ്രതീക്ഷയും. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. സ്കൂൾ വീണ്ടും കുട്ടികളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞു. ഒരു ദിവസം മീര കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് ഗ്രാമത്തിലെ നേതാവായ ചൗധരി വന്നു. മീര, ഞാനൊരു മുഖ്യമായ ജോലിയായിട്ട് കുറച്ച് ദിവസങ്ങൾ നഗരത്തിലേക്ക് പോയിരുന്നു. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഗ്രാമത്തിന്റെ അവസ്ഥ തന്നെ മാറിയിരുന്നല്ലേ? അതേ ചൗധരി സാറേ, സ്കൂൾ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗ്രാമത്തിലെ ജനങ്ങളുടെ സഹായത്തോടെയും പിന്നെ എന്റെ കാശും ഉപയോഗിച്ച് സ്കൂൾ റെഡിയാക്കി. പിന്നെ ചില അധികാരികളോട് സഹായം ചോദിച്ച് മാന്യവും വാങ്ങി. ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലെ കുട്ടികൾ നന്നായി പഠിക്കും. മീര പറഞ്ഞത് കേട്ടതും ചൗധരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഉളരുന്നത് നിർത്ത്. 4 പുസ്തകങ്ങൾ പഠിച്ച ഉടൻ തന്നെ നീ നിന്നെ വലിയ ഓഫീസറിനാണ് കരുതിയോ? നിനക്ക് അറിയില്ലാന്ന് തോന്നുന്നു. ഈ സ്കൂളിനെ നശിപ്പിക്കാനായിട്ട് ഞാനാണ് വളരെ കഷ്ടപ്പെട്ടത്. ഈ ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം അവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ പ്രശ്നിക്കാൻ തുടങ്ങും. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും പഠിച്ച് വലിയ ഓഫീസറായി പോവും. ഒരു പക്ഷേ എല്ലാ കുട്ടികളും പഠിച്ച് ഓഫീസറായാൽ പിന്നെ പാടത്ത് ആരാണ് ജോലി ചെയ്യും? ആരാണ് അധ്വാനിക്കും? ഇത് കേട്ടതും മീര ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവിടേക്ക് മാസ്റ്റർ ദീനാനാഥ് വന്നത്. പല കൊല്ലങ്ങൾ മുൻപ് ഈ സ്കൂളിനെ ഞാനാണ് നടത്തിയത് ചൗധരി സാർ. ആ സമയത്തും നിങ്ങളാണ് വന്ന് ഈ സ്കൂളിനെ മൂടി വെച്ചത്. ഇപ്പോൾ മീര വളരെ കഷ്ടപ്പെട്ട് ഈ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രശ്നം ചെയ്യില്ലേ? ചൗധരിയുടെ ദേഷ്യം വീണ്ടും അധികമായി. ആ സമയത്ത് നീയാണ് വലിയ തെറ്റ് ചെയ്തത്. ഈ സ്കൂളിനെ എന്റെ സ്ഥലത്താണ് കെട്ടിയിരിക്കുന്നത്. മീരാവും വലിയ തെറ്റ് ചെയ്തു പോയി. വീണ്ടും ഈ സ്കൂളിനെ തിരഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്കൂളിന്റെ മുതലാളി ഞാനാണ്. ഇനി ഈ സ്കൂള് നടക്കാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ചൗധരി സ്കൂളിലെ കുട്ടികളെ അപമാനിച്ച് അവിടെ നിന്നും പുറത്തേക്ക് അയച്ചു. എല്ലാ കുട്ടികളും വിഷമത്തോടെ അവരവരുടെ വീട്ടിലേക്ക് തിരികെ ചെന്നു. ചൗധരി ആ സ്കൂളിന്റെ ഗേറ്റിനെ പൂട്ടി. എന്നിട്ട് അവിടെ നിന്നും തിരിച്ചു. മീര സങ്കടത്തോടെ വേറെ വഴിയില്ലാതെ സ്കൂളിന്റെ മുന്നിലുള്ള ആലമരത്തിനടിയിൽ ചെന്നിരിക്കുകയായിരുന്നു. ആ മരം പല വർഷങ്ങളായി ആ ഗ്രാമത്തിനെ കാണുകയാണ്. ഇന്ന് വീണ്ടും ഉടഞ്ഞുപോയ ആ സ്വപ്നത്തിന്റെ സാക്ഷിയായി മാറി. വയസ്സായ ദീന മാസ്റ്ററിന്റെ കണ്ണുകളിൽ കണ്ണുനീർ വരാൻ തുടങ്ങി. ആ ചൗധരി മനസ്സ് മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ 20 കൊല്ലങ്ങൾ മുൻപ് അവൻ എങ്ങനെ ഉണ്ടായിരുന്നോ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്.
അവൻ ഈ ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കാൻ അനുവദിക്കില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് മാസ്റ്റർ ദീനാനാഥ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. മീര ഒരുപാട് സമയം വരെ അതേ ആലമരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ പതുക്കെ എണീറ്റു. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോയി. അടുത്ത ദിവസം മീര ചൗധരിയുടെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ചൗധരി അവളെ അപമാനിച്ച് അവിടെ നിന്നും അവളെ പറഞ്ഞയക്കുകയായിരുന്നു. മീരയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്നും വീട്ടിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഒരിക്കലും പഠിക്കാനാവില്ലേ? ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിക്കാൻ എന്തിനാണ് സിറ്റിയിലേക്ക് അയച്ചതെന്ന്. മീര ഒരുപാട് സമയം വരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ചിന്തിച്ച് അവളുടെ കണ്ണൊക്കെ ചുവന്നുപോയി. പിന്നെ അവൾ ആഴ്ന്നു ഉറങ്ങാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം മീര ഒരു വലിയ കാട്ടിൽ ചെന്ന് ഉണർന്നു. മീര നോക്കി. ആ വലിയ മരത്തിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആ വെളിച്ചത്തിന്റെ മധ്യത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അടുത്ത ക്ഷണം തന്നെ മീര ഞെട്ടി ഉണർന്നു. അവൾ പേടിയോടെ എണീറ്റ് ഇരുന്നു. വളരെ വ്യത്യാസമായ സ്വപ്നമായിരിക്കുന്നല്ലോ. അതെങ്ങനെയായിരുന്നെന്നാൽ ശരിക്കും ഞാൻ ഒരു കാട്ടിലുള്ളതുപോലെ തോന്നി. മീരയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. അവൾ നേരെ തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെയുള്ള ഒരു കാട്ടിനകത്തേക്ക് ചെന്നു. അപ്പോഴാണ് മീര അവിടെ ഒരു വലിയ മരമുള്ളത് ശ്രദ്ധിച്ചത്. ഇത് അതേ മരമാണ്. ഞാൻ ഇതിനെയാണ് സ്വപ്നത്തിൽ കണ്ടത്. മീര നോക്കി. ആ വലിയ മരത്തിന്റെ ശാഖയിൽ നിന്നും ഒരു വലിയ പ്രകാശം പുറത്തേക്ക് വന്നു. പേടിയോടെ മീര ആ പ്രകാശത്തിനെ നോക്കി ചെന്നു. പിന്നെ ആ മരത്തിനകത്തേക്ക് ചെന്നു. പെട്ടെന്ന് അവൾ ആ മരത്തിൽ നിന്നും വന്ന പ്രകാശത്തിൽ കൂടി അതിനകത്തേക്ക് ഒരു വിചിത്രമായ ലോകത്തേക്ക് ചെന്നു. അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് തറയിലല്ല, മരത്തിന്റെ ഘനമുള്ള ശാഖകളുടെ മുകളിൽ. അതിന്റെ ചുമരുകൾ ഇല കൊണ്ട് ചെയ്യപ്പെട്ടിരുന്നു. കൂര പൂക്കൾ കൊണ്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അവിടെ ഒരു വലിയ ബ്ലാക്ക് ബോർഡും ഉണ്ടായിരുന്നു. അപ്പോഴാണ് മീരയുടെ മുൻപിൽ ഒരു ഭംഗിയുള്ള പെണ്ണ് വന്നത്. അല്ല, ആരാണ് നീ? ഇതൊക്കെ എന്താണ്? ഞാൻ ഈ സ്കൂളിന്റെ ഗുരുവാണെന്ന് കരുതിക്കോളൂ. ഈ മരത്തിന് മുകളിൽ ഇരിക്കുന്ന ഈ സ്കൂൾ എന്റേതാണ്. ഒരു മാന്ത്രിക സ്കൂൾ. നീ നിന്റെ ഗ്രാമത്തിലുള്ള കുട്ടികളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കാം. ഞാൻ ആരാണെന്നുള്ള ആ രഹസ്യം നിനക്ക് ഇനിയും കുറച്ചു ദിവസത്തിനകം മനസ്സിലാകും. മീരയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. മീര സ്കൂളിൽ നിന്നും പുറത്തേക്ക് വന്നു. ഗ്രാമത്തിലേക്ക് ചെന്ന് മാസ്റ്റർ ദീനാനാഥിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത് വളരെ വിചിത്രമായ വിഷയമാണ്. ഇത് എങ്ങനെയോ നമ്മൾ ഇതിന്റെ രഹസ്യത്തിനെ പറ്റി അറിയാനുള്ള ഒരാവശ്യവും ഇല്ല. ഇപ്പോൾ മുഖ്യമായ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഗ്രാമത്തെ കുട്ടികൾ പഠിക്കുന്നതാണ്. ചൗധരി അത് നടക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. മീരയ്ക്ക് സന്തോഷമായി. അടുത്ത ദിവസം മാസ്റ്റർ ദീനാനാഥും പിന്നെ മീരയും ഗ്രാമത്തിലെ എല്ലാ കുട്ടികളെയും റെഡിയാക്കി മാന്ത്രിക മരത്തിലുള്ള ആ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മീര അന്നു മുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ആ ഗുരുവും ആ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ചൗധരി ശ്രദ്ധിച്ചു. ഗ്രാമത്തിലെ ഒരു കുട്ടിയെ പോലും കാണാനില്ല. അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നി. ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഈ കുട്ടികളൊക്കെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ എവിടെയാണ് പോകുന്നത്? പക്ഷേ ഞാൻ സ്കൂളിനെ മൂടി വെച്ചല്ലേ. ഇതിനെ ഞാൻ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അടുത്ത ദിവസം രാവിലെ ചൗധരി നേരത്തെ എണീറ്റു. എന്നിട്ട് ഗ്രാമത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം നോക്കി. മാസ്റ്റർ ദീനാനാഥും മീരയും കുട്ടികളെ റെഡിയാക്കി കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. കുട്ടികൾ എല്ലാവരും നടന്ന് കാട്ടിലേക്ക് എവിടെയാണ് പോകുന്നത്? ഒരു പക്ഷേ നഗരത്തിൽ നിന്ന് വന്ന ഈ പെൺകുട്ടി മീര കാട്ടിന്റെ അകത്ത് ഒരു സ്കൂൾ തുറന്നിട്ടുണ്ട് എന്തോ. ചൗധരി അവർക്കറിയാതെ അവരെ ഫോളോ ചെയ്തു. കുറച്ചു സമയത്തിനകം ചൗധരി നോക്കി. എല്ലാരും ഒരു വലിയ മരത്തിന് മുൻപിൽ ചെന്ന് നിന്നു. ആ മരത്തിന്റെ ശാഖയിൽ നിന്നും വെളിച്ചം വന്നുകൊണ്ടിരുന്നു. മീര, മാസ്റ്റർ ദീനാനാഥ് പിന്നെ കുട്ടികളെല്ലാം ഓരോന്നായി ആ വെളിച്ചത്തിനെ നോക്കി ചെന്നു. പെട്ടെന്ന് തന്നെ എല്ലാരും ചൗധരിയുടെ കൺമുൻപിൽ നിന്നും മാഞ്ഞുപോയി. ചൗധരിയും ഉടനെ അവരുടെ പുറകെ ചെന്നു. ചൗധരി ഒരു വിചിത്രമായ സ്കൂളിനകത്ത് ചെന്ന് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചു, ഇത് മരത്തിനു മുകളിലുള്ള ഒരു മാന്ത്രിക സ്കൂളാണെന്നുള്ളത്. അതിന്റെ വാതിലിന്റെ ശാഖയിൽ നിന്നും
അത് മുഖേന വെളിച്ചം അകത്തേക്ക് കടക്കുന്നു. ചൗധരി ഞെട്ടലോടെ എല്ലാ വശത്തേക്കും നോക്കി. ഇപ്പോൾ ഇവരെല്ലാവർക്കും ഞാൻ പാഠം പഠിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ചൗധരി ആ മാന്ത്രിക മരത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും കാരണം ഈ മരമാണ്. ഏതൊരവസ്ഥയിലും കുട്ടികൾ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഈ മരത്തിനെ കത്തിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു മരം ഉണ്ടെങ്കിലേ കുട്ടികൾ പഠിക്കാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞിട്ട് ചൗധരി ആ മാന്ത്രിക മരത്തിന് തീ വെച്ചു. അടുത്ത ക്ഷണം തന്നെ തീ കത്തിപ്പിടിക്കാൻ തുടങ്ങി. അത് എല്ലായിടത്തും പരന്നു. പിന്നെ ആ തീ സ്കൂളിന്റെ അകം വരെ ചെന്നു. അകത്തേക്ക് തീ വന്നതും കുട്ടികളൊക്കെ പേടിച്ചു. രമ്യയും മാസ്റ്റർ ദീനാനാഥും പേടിച്ചു പോയി. എന്താ ഇത്? സ്കൂളിൽ എങ്ങനെയാണ് തീ പിടിച്ചത്? അപ്പോഴാണ് ആ ഗുരു അവിടേക്ക് ഓടി വന്നത്. പേടിക്കണ്ട, ഈ തീയെ കൊണ്ട് ഈ സ്കൂളിനെ ഒന്നും ചെയ്യാനാവില്ല. അടുത്ത ക്ഷണം തന്നെ തീ തന്നെ അണയാൻ തുടങ്ങി. ആ ഗുരു, മീര, മാസ്റ്റർ ദീനാനാഥ് പിന്നെ കുട്ടികളെയും തന്നോടൊപ്പം പുറത്തേക്ക് വരാനായി വിളിച്ചു. അവരെല്ലാരും സ്കൂളിൽ നിന്നും പുറത്തേക്ക് വന്നു. പുറത്തെ ദേഷ്യത്തോടെ ചൗധരി നിന്നുകൊണ്ടിരുന്നു. എത്ര ധൈര്യമുണ്ടെങ്കിൽ ഈ മാന്ത്രിക സ്കൂളിനെ നീ തീ വച്ചിരിക്കും? ശരി, ഞങ്ങൾക്കൊരു കാര്യം പറയൂ. ഇങ്ങനെ ചെയ്യാൻ നീ ആരാണ്? നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു? അവരെല്ലാവരും എപ്പോഴും അടിമയായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ആർക്കും പഠിപ്പ് കിട്ടാൻ പറ്റില്ല. ഇത് കേട്ടതും ഗുരുവിന്റെ ദേഷ്യം വീണ്ടും അധികമായി. പല വർഷങ്ങൾക്ക് മുൻപ് നിന്റെ മുൻഗാമികൾക്കും ഇതേ ചിന്തയായിരുന്നു. ഞാൻ ഗ്രാമത്തിലെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് സ്കൂൾ തുറന്നു. നിന്റെ മുൻഗാമികൾക്ക് അത് തീരെ ഇഷ്ടമായില്ല. അവരെന്നെ അടിച്ച് ഈ മരത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ തന്നെ എന്നെ കൊന്നുകളഞ്ഞു. ആ ഗുരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ആത്മാവ് ഇവിടെ തന്നെയായിരുന്നു. അതിനുശേഷം ദൈവം എനിക്ക് ശക്തി നൽകി. എന്റെ ആത്മാവ് ഈ മാന്ത്രിക മരത്തിന് മുകളിൽ തനിക്ക് കിട്ടിയ ശക്തി ഉപയോഗിച്ച് ഒരു സ്കൂൾ നിർമ്മിച്ചു. അപ്പോഴാണ് ഞാൻ നോക്കിയത്. മീര കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് നീ തടഞ്ഞു. അപ്പോഴാണ് അവളുടെ സ്വപ്നത്തിൽ ചെന്ന് ഞാൻ മീരയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്താണോ നിന്റെ മുൻഗാമികൾ ചെയ്തത്, അതിപ്പോൾ നിനക്ക് ചെയ്യാനാവില്ല. ഇങ്ങനെ പറഞ്ഞതും ആ ഗുരുവിന്റെ കണ്ണുകളിൽ നിന്നും വർണ്ണ നിറത്തിലുള്ള പ്രകാശം പുറത്തേക്ക് വന്നു. ആ പ്രകാശം നേരെ ചൗധരിയുടെ ശരീരത്തിൽ ചെന്ന് കൊണ്ടു. കുറച്ചു സമയത്തിനകം ചൗധരി ഒരു മരമായി മാറിക്കഴിഞ്ഞു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. പറ്റില്ല. കുട്ടികളുടെ അറിവ് വളരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നത് അത് വളരെ വലിയ പാപമാണ്. അങ്ങനെ പാപം ചെയ്യുന്നവർക്ക് ഇതാണ് ശിക്ഷ. എല്ലാ ഭാഗത്തും ശാന്തത നിറഞ്ഞു. ഗുരുവിന്റെ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമില്ല. കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് മോക്ഷം കിട്ടേണ്ട സമയം എത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ സ്കൂൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും. നീ എപ്പോഴും കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കെ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഗുരുജി വർണ്ണ നിറത്തിലുള്ള പ്രകാശമായി മാറി. പിന്നെ പതുക്കെ അവിടെ നിന്നും മാഞ്ഞു. മീര, മാസ്റ്റർ ദീനാനാഥ് പിന്നെ ആ കുട്ടികളും അതേ മരത്തിലുള്ള മാന്ത്രിക സ്കൂളിൽ കയറി പഠിക്കാൻ തുടങ്ങി. അവർ പഠിച്ചു. അങ്ങനെ ആ ഗ്രാമത്തിന്റെ ഭാവി മുഴുവനും മാറി.